നാട്ടുകാർ അന്ത്യശാസന പോലും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ADM സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നറിയുന്നു. നാട്ടുകാരുടെ ഒരു സമീപനം ഇപ്പോഴെങ്ങനെയാണ്? കളക്ടർ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് അവർ ഇപ്പോഴും ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു യോഗവും തുടരുന്നുണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? പൂജാൻ സന്ധ്യ തീർച്ചയായിട്ടും സമരക്കാർ അതായത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ തന്നെയാണ് ഇവിടെ നടത്തിയിരുന്നത്. ഇപ്പോഴെന്തായാലും ഈ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ADM ആയിട്ടുള്ള കെ ദേവകി സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ദേവകി ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് അതായത് DFO അതുപോലെ തന്നെ CCF ഉദ്യോഗസ്ഥയായിട്ടുള്ള KS ദീപ ഇവരോടൊക്കെ തന്നെ ചർച്ച നടത്തുന്നുണ്ട്. കാര്യങ്ങൾ ആ ചർച്ച നടത്തിയതിനു ശേഷം ആ കാര്യങ്ങൾ ഇവിടെയുള്ള സമരക്കാരുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്യുക, അവരോട് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇപ്പോൾ അരുൺ സക്രിയയും ടീമും ദൗത്യ സംഘം ഇപ്പോൾ മുകളിലേക്ക് അതായത് കടുവയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ള കൂട് പരിസരത്തേക്ക് അവർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവിടെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ആ സംഘം ദൗത്യ സംഘം അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. ഒരു പക്ഷേ അവർ നേരത്തെ ഇന്ന് രാവിലെയൊക്കെ കണ്ടെത്തിയതുപോലെ കടുവയുടെ സാന്നിധ്യം കാടിന്റെ സമീപത്തൊക്കെ ഉണ്ട് എന്ന് ഇന്ന് രാവിലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തുക എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ഈ കൂട് സ്ഥാപിച്ച ഇടത്തേക്ക് പോയിട്ടുള്ളത്. എന്തായാലും ADM-ഉമായിട്ടുള്ള ഒരു ചർച്ച കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ സമരക്കാരുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്യും. അതിൽ നഗരസഭാ ചെയർപേഴ്സണായിട്ടുള്ള CK രത്നവല്ലി അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ കക്ഷികളെല്ലാം ഇവരോടെല്ലാം ADM കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും എന്നാണ് നമ്മൾ അറിയുന്നത്. അതോടൊപ്പം തന്നെ വനമന്ത്രി AK ശശീന്ദ്രൻ നാളെ വയനാട്ടിലേക്ക് എത്തുന്നുമുണ്ട്. വയനാട്ടിൽ കളക്ടറേറ്റിൽ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ആ ഉന്നതതല യോഗത്തിനും അതായത് ഇന്നലെ രാധ മരിച്ചതു മുതൽ ഇങ്ങോട്ട് ഉണ്ടായ നീക്കങ്ങൾ, വനംവകുപ്പിൽ നിന്നുണ്ടായ നീക്കങ്ങൾ, അതുപോലെ തന്നെ അരുൺ സക്കറിയ പരിശോധിച്ച് ഇനി ചെയ്യാൻ പോകുന്ന നടപടിക്രമങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതതല യോഗമാണ് നാളെ കളക്ടറേറ്റിൽ ചേരുന്നത്. ആ യോഗത്തിൽ മന്ത്രി AK ശശീന്ദ്രനുമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. പിന്നീടായിരിക്കും ഏത് വിധേനയാണ്, അതായത് കൂട്ടിലേക്ക് തന്നെ ആകർഷിച്ച് കടുവയെ പിടികൂടണമോ, അതല്ലെങ്കിൽ മയക്കുവെടി വെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ, അതല്ലെങ്കിൽ ഏറ്റവും അവസാനം ഘട്ടമെന്ന രീതിയിലേക്ക് ഒരു പക്ഷേ വെടിവെച്ച് കടുവയെ കൊല്ലണമോ എന്നൊരു കാര്യത്തിലൊക്കെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ADM ആയിട്ടുള്ള കെ ദേവകി സ്ഥലത്തെത്തിയിട്ടുണ്ട്. സമരക്കാരുടെ പ്രതിനിധികളുമായി അതായത് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള DFO അടക്കമുള്ളവരോടുള്ള ചർച്ച കഴിഞ്ഞതിന് ശേഷം സമരക്കാരുടെ പ്രതിനിധികളുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അനുനയിപ്പിക്കുക, തൽക്കാലത്തേക്ക് സമരം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നീക്കം. അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതേസമയം കളക്ടർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി ഒരു പ്രശ്നപരിഹാരം എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വ്യക്തമാക്കിയില്ലെങ്കിൽ രാത്രിയിലടക്കം സമരം തുടരും എന്നാണ് ഇപ്പോൾ ഇംതിയാസ് പറഞ്ഞത്. അത് അവർ അംഗീകരിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ എന്താണ് അനുകൂലമായ രീതിയിൽ തന്നെയാണോ അവരുടെ ഭാഗത്ത് ഇപ്പോൾ പ്രതികരണം വരുന്നത്? ആരുടെങ്കിലും ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ ഇംതിയാസിന്? അതായത് ഈ ADM അല്പം സമയം മുൻപാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. DFO അടക്കമുള്ളവരോട് ചർച്ച ചെയ്തതിനു ശേഷം, അതായത് CSF ഉദ്യോഗസ്ഥരോട് അടക്കം ചർച്ച ചെയ്തതിനു ശേഷം അവരിൽ നിന്നും ലഭിക്കുന്ന കാര്യങ്ങൾ സമരക്കാരുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്യുന്നു. അത് ഓക്കെ ആണെങ്കിൽ, അത് അനുകൂല ഒരു ഘടകമാണെങ്കിൽ ഒരു പക്ഷേ സമരം അവസാനിപ്പിച്ചു പോകാമെന്നതായിരിക്കും നിലപാട്. അതല്ല, അവർ പറയുന്ന കാര്യത്തിനോട് യോജിക്കാൻ പറ്റില്ല, കളക്ടർ വരണം, കളക്ടർ തന്നെ കാര്യങ്ങൾ ബോധിപ്പിക്കണമെന്ന രൂപത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ സമരം രാത്രിയിലും തുടരാൻ തന്നെയായിരിക്കും സാധ്യത.